എല്ലാവർക്കും ബ്രെഡും പൊറോട്ടയൊക്കെ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മൈദയെ കുറിച്ച് പറയാം. എല്ലാ ദിവസവും മൈദ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? നമുക്കത് വിശദമായി നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാര്യമായിട്ട് മൈദയെ കുറിച്ചാണ് പറയുന്നത്. മൈദ ഗോതമ്പിൽ നിന്നും ഉണ്ടാക്കുന്ന ഗോതമ്പിൻ്റെ ഫ്ലവർ ആണ്, അല്ലെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്ത് പൊടിച്ചിട്ടുണ്ടാക്കുന്ന ഒരു പൊടി. ഗോതമ്പിൻ്റെ പുറമേയുള്ള ഫൈബറൊക്കെ അടങ്ങിയിരിക്കുന്ന ബ്രാൻ ലെയറും ജേം ലെയറൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ്സ് മാത്രം അടങ്ങിയിരിക്കുന്ന എൻഡോസ്പെർം ആണ്. അതാണ് മെയിനായിട്ട് മൈദ എന്ന് പറയുന്നത്. മൈദയും ആട്ടയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആട്ടയെ കുറിച്ച് പറയുന്നില്ല. ആട്ടയിൽ കുറച്ചും കൂടി ഫൈബർ കണ്ടന്റ് ഉണ്ടാവും. അധികം ആൾക്കാർക്കും മൈദ സ്ഥിരമായി കഴിക്കുന്നത് നല്ലതല്ല എന്ന് അറിയാം. എന്നിരുന്നാലും അവർ മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട്. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആണ് അവർ എല്ലാ ദിവസവും മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത്. ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ കഴിക്കുന്ന മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ബ്രെഡാണ്. ബേക്കറിയിൽ നിന്നും കിട്ടുന്ന ഐറ്റംസ് ആണ്. വൈറ്റ് ബ്രെഡും ബ്രൗൺ ബ്രെഡും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ വിഷയത്തിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ ആ വീഡിയോയും കൂടി തീർച്ചയായിട്ടും കാണണം. പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന എന്തൊരു റെഡി ടു ഈറ്റ് ഭക്ഷണമാണെന്നുണ്ടെങ്കിലും, അത് ബിസ്ക്കറ്റ് ആവട്ടെ, റസ്ക് ആവട്ടെ, ലേബിൾ ഉള്ളതോ ലേബിൾ ഇല്ലാത്തതോ എന്ത് തരത്തിലുള്ള ഭക്ഷണം സാധനമാവട്ടെ, അത് പാക്കറ്റിൽ വരുന്നതാണെങ്കിൽ അതിൽ മൈദ അടങ്ങിയിട്ടുണ്ടാവും. അതിൻ്റെ പാക്കറ്റിൻ്റെ പുറത്ത് മൈദ എന്നല്ല എഴുതിയിട്ടുണ്ടാവുക, വീറ്റ് ഫ്ലവർ എന്നായിരിക്കും. അതുപോലെ തന്നെ മലയാളികൾക്ക് ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരു ഭക്ഷണമാണ് പൊറോട്ട എന്ന് പറയുന്നത്. പൊറോട്ടയും ഉണ്ടാക്കുന്നത് മൈദ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. പൊറോട്ട മാത്രമല്ല, നാന്, ബട്ടൂര, റുമാലി റൊട്ടി, ഇത്തരത്തിൽ പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസും മൈദ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നതാണ്. ഇതൊക്കെ വല്ലപ്പോഴും ഒന്ന് കഴിക്കുന്നതിനല്ല പ്രശ്നം, എല്ലാ ദിവസവും കഴിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇനി മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് പറയാം. അതിൽ ആദ്യം പറയാനുള്ളത് ഗ്ലൂട്ടനെ കുറിച്ചാണ്. ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പ്രോട്ടീനാണ്. പലതരത്തിലുള്ള ഗ്രെയിൻസിലും ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് വീറ്റിലാണ്, ഗോതമ്പിൽ. എല്ലാ തരത്തിലുള്ള വീറ്റിലും ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് പ്രോസസ്സ് ചെയ്ത് പൊടിച്ചു കഴിഞ്ഞാൽ മൈദയിലും ഗ്ലൂട്ടൻ ഉണ്ടാവും. ഗോതമ്പിന് പുറമെ ഗ്ലൂട്ടൻ കണ്ടുവരുന്നത് ബാർലിയിലും ഓട്സിലും ഒക്കെയാണ്, പക്ഷെ അരിയിൽ ഉണ്ടാവില്ല. ഗ്ലൂട്ടൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അതിനോട് അലർജി പോലത്തെ സിംറ്റംസ് ഉണ്ടാവാം. അത് ചിലപ്പം അബ്ഡോമിനൽ പെയിൻ ആയിട്ടോ, ഡയറി ആയിട്ടോ, അല്ലെങ്കിൽ ബ്ലോട്ടിങ്, ഗ്യാസ് നിറഞ്ഞ പോലത്തെ സിംറ്റംസ് ആവാം. പലതരത്തിലുള്ള ദഹനക്കേട് ഉണ്ടാവുന്ന തരത്തിലുള്ള സിംറ്റംസ് ആണ് ഇവർക്ക് അനുഭവപ്പെടാറ്. ഇനി എന്തുകൊണ്ടാണ് മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ മധുരം ഇല്ലെങ്കിൽ പോലും നമുക്ക് അത് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നതെന്നുള്ളൊരു കാരണം പറയാം. മധുരമുള്ള ഭക്ഷണം നമുക്ക് മനുഷ്യന്മാർക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്നത് മധുരം നമ്മളുടെ ബ്രെയിനിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതുകൊണ്ടാണ്. പക്ഷെ മധുരം ഇല്ലാത്ത മൈദ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും കഴിക്കാൻ തോന്നും. അതിൻ്റെ കാരണം എൻഡോർഫിൻസ് എന്നാണ് പറയുന്നത്. ഗ്ലൂട്ടനിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള മറ്റൊരു പ്രോട്ടീൻ ഉണ്ട്. ഇത്തരത്തിലുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ കൂട്ടമായിട്ട് ഓപ്പിയോയിഡ്സ് എന്നാണ് പറയാറ്. ഓപ്പിയോയിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലുള്ള പെയിൻ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു തരത്തിലുള്ള റിസപ്റ്റേഴ്സും കെമിക്കൽസും ആണ്. ഓപ്പിയോയിഡിൻ്റെ ഷേപ്പും സൈസും സ്ട്രക്ചറും ഒക്കെ ഉള്ള എന്തൊരു കെമിക്കലാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ എൻഡോർഫിൻസിനെ റിലീസ് ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മളുടെ ബോഡിയിൽ എൻഡോർഫിൻസ് നിർമ്മിക്കുന്നുമുണ്ട്. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണത്തിലുള്ള കെമിക്കൽസ് നമ്മളുടെ ബോഡിയിലെത്തി എൻഡോർഫിൻസിനെ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോമ്പൗണ്ട്സിനെ എക്സോർഫിൻസ് എന്നാണ് പറയുന്നത്. ഇനി എൻഡോർഫിൻസ് നമ്മളുടെ ബോഡിയിൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹാപ്പിയാക്കും, നമ്മളുടെ പെയിന് കുറയ്ക്കും, നമ്മളുടെ വേദന കുറയ്ക്കും. മൈദയിൽ, ഗോതമ്പ്, ഇത്തരത്തിലുള്ള ഭക്ഷണത്തിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഗ്ലൂട്ടന് നമ്മളുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ എൻഡോർഫിൻസിനെ റിലീസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ എൻഡോർഫിൻസ് വരുന്നതിനനുസരിച്ച് നമുക്ക് ഒരു തരത്തിലുള്ള എഡിക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ വേദന കുറയും, നമുക്ക് കുറച്ചും കൂടി സന്തോഷമുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഭക്ഷണം വീണ്ടും വീണ്ടും കഴിക്കാനുള്ള പ്രവണത ഉണ്ടാവും. ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഏറ്റവും സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ സീലിയാക് ഡിസീസ് എന്നാണ് പറയുന്നത്. ഇത് ഒരു തരത്തിലുള്ള അലർജി കണ്ടീഷനാണ്. ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്ന പ്രോട്ടീന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളുടെ ബോഡി ഇമ്മ്യൂൺ റിയാക്ഷൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിനാണ് സീലിയാക് ഡിസീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്ലാസിക്കൽ സിംറ്റംസ് അബ്ഡോമിനൽ പെയിനും ബ്ലോട്ടിങ്, ഡയറിയ, ഇങ്ങനത്തെ ഇൻഡൈജഷൻ പോലത്തെ പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷേ നിങ്ങൾക്ക് സീലിയാക് ഡിസീസ് ഉണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കാൻ സിംറ്റംസ് നോക്കിയിട്ടല്ല നമ്മൾ നിർണ്ണയിക്കുന്നത്. അതിന് ബയോപ്സി ടെസ്റ്റ് ചെയ്യണം. അത് അധികം ആൾക്കാർക്കും ചെയ്യാൻ പേടിയാണ്, മടിയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് സീലിയാക് ഡിസീസ് പോലത്തെ സിംറ്റംസ് ഒന്നും ഇല്ല, ഗോതമ്പോ മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും മറ്റൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ പേര് നോൺ സീലിയാക് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി എന്നാണ്. അതായത് നിങ്ങൾക്ക് ഗ്ലൂട്ടൻ ചിലപ്പോൾ പറ്റുണ്ടാവില്ല, പക്ഷേ ഗ്ലൂട്ടനെ കൊണ്ട് ഉണ്ടാവുന്ന അലർജിക് റിയാക്ഷൻസ് സിംറ്റംസ് ആയിട്ട് ചിലപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ടാവില്ല. അബ്ഡോമിനൽ പെയിനോ വൊമിറ്റിങ്ങോ ഡയറിയ അങ്ങനെയൊന്നും ഉണ്ടായെന്ന് വരില്ല, പക്ഷേ മറ്റു തരത്തിലുള്ള സിംറ്റംസ് ആയിരിക്കും വരുന്നത്. സീലിയാക് ഡിസീസ് കുറച്ച് റെയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്.
1000 കുട്ടികളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മുതൽ 13 കുട്ടികളിലൊക്കെ സീലിയാക് ഡിസീസ് കാണാറുള്ളൂ. പക്ഷേ നോൺ സീലിയാക് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് കുറച്ചും കൂടി കോമൺ ആണ്. അത് 100 ആൾക്കാരിൽ നോക്കുകയാണെങ്കിൽ 1 മുതൽ 13% ആൾക്കാർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെ നോൺ സീലിയാക് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാരൊന്നും ടെസ്റ്റ് ചെയ്യാറില്ല, ടെസ്റ്റ് ചെയ്ത് നോക്കാറില്ല. അവർ ഓരോ പ്രാവശ്യം ഗോതമ്പ് അല്ലെങ്കിൽ മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് തന്നെ അവരുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഡാമേജസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറഞ്ഞാൽ കൂടുതലും മെൻ്റൽ ചേഞ്ചസ് ആണ്. ആങ്സൈറ്റി ഉണ്ടാവാം, ഡിപ്രഷൻ ഉണ്ടാവാം. ഇനി മൈദേൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൽ omega-6 ഫാറ്റി ആസിഡ്സ് കുറച്ച് കൂടുതലായിട്ടാണ് അടങ്ങിയിരിക്കുന്നത്. നമുക്ക് കൂടുതലും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് omega-3 ആണ്, omega-6 അല്ല. omega-6 പ്രോ ഇൻഫ്ലമേറ്ററി ആണ്, അതായത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു ഫാറ്റി ആസിഡാണ്. അപ്പോൾ എല്ലാ ദിവസവും മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നവർക്ക് അവരുടെ ചെറുകുടലിലും വൻകുടലിലും ഒക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ഇൻഫ്ലമേഷൻ ദീർഘകാലം നിലനിൽക്കുന്നതിനനുസരിച്ച് തന്നെ ആ ഗട്ടിൽ ചെറിയ ചെറിയ ഡാമേജസ് ഉണ്ടാവും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ആവശ്യമുള്ള ന്യൂട്രിയൻസ് കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ന്യൂട്രിയൻസ് ഒക്കെ നഷ്ടപ്പെടും. ആ കണ്ടീഷനെയാണ് ലീക്കി ഗട്ട് സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് ന്യൂട്രിയൻസ് ഒക്കെ ലീക്ക് ചെയ്ത് പോവുകയാണ്. അപ്പം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അയൺ കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ട്, അയൺ നഷ്ടപ്പെടുന്നതുകൊണ്ട് അനീമിയ ഉണ്ടാവാം, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവാം, മിനറൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാവാം. നിങ്ങളെ ഉറക്കത്തിനെ ബാധിക്കാം. മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടാവാം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത്. മൈദേൻ്റെ മറ്റ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈദേൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതലാണ്. ബ്രെഡിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം 100ൻ്റെ അടുത്തുണ്ട്. ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എത്ര വേഗത്തിലാണ് നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്നും ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് എത്തുന്നത്, ആ വേഗം, ആ റേറ്റിനെയാണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. പ്രമേഹമുള്ളവർക്കും പ്രമേഹം വരാതെ നോക്കാനും പ്രമേഹം മാനേജ് ചെയ്യാനും. വെള്ളച്ചോറിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുകയാണെങ്കിൽ 75ൻ്റെ അടുത്താണുള്ളത്. മില്ലറ്റ്സിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് നോക്കുന്ന സമയത്ത് 50-60 റേഞ്ചിലാണ് ഉണ്ടാവാറ്. ഗ്ലൈസെമിക് ഇൻഡെക്സ് ബ്രെഡിന് മാത്രമല്ല മൈദ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയുള്ള എല്ലാ ഭക്ഷണത്തിലും ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതലായിരിക്കും. ഇനി മൈദയിൽ നിന്നും കിട്ടുന്ന എനർജീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പൊറോട്ടേൻ്റെ കാര്യം നമുക്ക് നോക്കാം. വെറും 100 ഗ്രാം പൊറോട്ട നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതിൽ 30 ഗ്രാമും കാർബോഹൈഡ്രേറ്റ്സ് ആണ്, അതായത് 1/3. അങ്ങനെ 100 ഗ്രാം പൊറോട്ടയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന കാലറീസ് എന്ന് പറയുന്നത് 200 കാലറീസ് ആണ്. അതേസമയം 100 ഗ്രാം വെള്ള ചോറാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന കാലറീസ് 130 ആണ്. ഇനി 100 ഗ്രാം വെജിറ്റബിൾസ് ആണ് കഴിക്കുന്നതെങ്കിൽ 50ൻ്റെ താഴെ മാത്രമേ കാലറീസ് ഉണ്ടാവുള്ളൂ. അധികം 25-30 റേഞ്ചിലാണ് കാലറീസ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ മൈദ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണം നിങ്ങൾ എല്ലാ ദിവസവും ഒരു നേരം കഴിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിലും കൂടുതൽ കാലറീസ് നിങ്ങൾ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓവർ വെയ്റ്റ് ഉണ്ടാവാം, ഒബീസിറ്റി ഉണ്ടാവാം, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഡയബറ്റീസ് പോലത്തെ രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പേ 4-5 ബിസ്ക്കറ്റ്സ് കഴിക്കാറുണ്ട്. അവർക്ക് ആ ബിസ്ക്കറ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവർ തീരെ വിശപ്പുണ്ടാവില്ല. അതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാം. പ്രശ്നം മൈദ പോലത്തെ പ്രോസസ്ഡ് ആയിട്ടുള്ള വീറ്റ് ഗോതമ്പ് കഴിക്കുന്ന സമയത്താണ്. ഗോതമ്പ് അത് കംപ്ലീറ്റ് ആയിട്ട് ഹോൾ വീറ്റ് കഴിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. കാരണം ഹോൾ വീറ്റിൽ നമുക്ക് ആവശ്യത്തിനുള്ള എനർജി കിട്ടും, പ്രോട്ടീൻസ് കിട്ടും, വൈറ്റമിൻസ് കിട്ടും, മിനറൽസ് കിട്ടും, പലതരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സും അതിലടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഗോതമ്പിൽ നിന്നും അതിൻ്റെ പുറത്തത്തെ ലെയർ കളയുമ്പോൾ ഫൈബർ പോവും. ബാക്കിയുള്ള പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്സിൽ ന്യൂട്രിയൻസ് പോവും, വൈറ്റമിൻസ് പോവും, മിനറൽസ് പോവും. പോരാത്തതിന് അത് കൂടുതൽ കാലം നിലനിൽക്കാൻ പലതരത്തിലുള്ള കെമിക്കൽസ് ആഡ് ചെയ്യും, പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യും. ഇത് ഒക്കെ നമ്മളുടെ ബോഡിയിൽ ഡാമേജസ് ഉണ്ടാക്കും. പക്ഷേ നിങ്ങൾക്ക് ഗ്ലൂട്ടൻ എന്ന് പറയുന്ന പ്രോട്ടീൻ്റെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോതമ്പും കഴിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ഉദാഹരണം സീലിയാക് ഡിസീസ് ആവാം, നോൺ സീലിയാക് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ആവാം, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ആവാം. ഇപ്പോൾ ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ആണെങ്കിൽ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്ത് തരത്തിലുള്ള ആട്ടയാണെങ്കിലും മൈദയാണെന്നുണ്ടെങ്കിലും ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള ഭക്ഷണം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് അങ്ങനത്തെ ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഇഷ്യൂസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, അത് ഡയഗ്നോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിക്കേണ്ടത് മൈദ പോലത്തെ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള വീറ്റ് കഴിക്കുന്നത് കുറയ്ക്കുക. അതിന് പകരം കൂടുതലും ഹോൾ ഗ്രെയിൻസ്, ഹോൾ വീറ്റ് കഴിക്കാൻ ശ്രമിക്കുക. പാക്കറ്റിൽ നിന്നും പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റുന്ന റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, വാങ്ങിക്കാതിരിക്കുക. അത് ബ്രെഡ് ആവട്ടെ, ബിസ്ക്കറ്റ് ആവട്ടെ, അത്തരത്തിലുള്ള ഭക്ഷണം വാങ്ങിച്ച് വീട്ടിൽ വെക്കാതിരിക്കുക. ബേക്കറി ഐറ്റംസ് വാങ്ങിക്കാതിരിക്കുക. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് വരുന്ന ഒട്ടുമിക്ക എല്ലാ അസുഖത്തിൻ്റെയും കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ്. ആ ഭക്ഷണശൈലി കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ആർജിച്ച് വന്നതാണ്. അത് പെട്ടെന്ന് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും.
പക്ഷെ അത് മാറ്റുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് നമ്മളുടെ ഹെൽത്ത്, ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാനും സാധിക്കും. നിങ്ങൾ ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്താണ് കഴിക്കാൻ പോകുന്നത്, അതിൽ പ്രോട്ടീൻ ഉണ്ടോ, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടോ, ഫൈബർ ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു ദിവസമല്ല, ഓരോ നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങൾ പച്ചക്കറി കഴിച്ചോന്ന് ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് ഉൾപ്പെടുത്താൻ നോക്കുക. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെക്കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആവുകയാണെങ്കിൽ തന്നെ അധിക അസുഖങ്ങൾ നമുക്ക് വരാതെ നോക്കാൻ സാധിക്കുന്നതാണ്. ഇനി എനിക്കറിയേണ്ടത്, മൈദ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്ത് തരത്തിലുള്ള ഭക്ഷണം ഒഴിവാക്കാനാണ് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട്? ആ കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വൈറ്റ് റൈസ് അല്ലെങ്കിൽ വെള്ള ചോറും ബ്രൗൺ റൈസും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നറിയാൻ ഈ വീഡിയോ കാണുക. ഹെൽത്തി ഫുഡിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിലുണ്ട്. സമയം കിട്ടുമ്പോൾ അതും കൂടി കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളെ കാണുന്നവരെ ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.